രേഖ തന്റെ മകൾ സാൻവിയോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു. അവളുടെ ഭർത്താവിന് കുറച്ചു ദിവസത്തിനു മുൻപാണ് ആക്സിഡന്റ് ആയത്. അതിൽ അദ്ദേഹം മരിച്ചുപോയി. ലേഖ തനിച്ച് സാൻവിയെയും വെച്ചുകൊണ്ട് ജീവിതം പോറ്റുന്നത് വളരെ കഷ്ടമായിരുന്നു. ഒരു ദിവസം രേഖയ്ക്ക് സുഖമില്ലാതായി. അതുകൊണ്ട് അവളുടെ മകൾ പുറത്തു ചെന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ അമ്മയ്ക്ക് സുഖമില്ല, വീട്ടിൽ കഴിക്കാനും ഒന്നും തന്നെ ഇല്ല. ഞാൻ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. സാൻവി ജോലി ചോദിച്ച് ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്നു. ആ റെസ്റ്റോറന്റിൽ സെർവർ ജോലി അവൾക്ക് കിട്ടി. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ, ഈ ഭക്ഷണം കൊണ്ടുപോയി ടേബിൾ നമ്പർ 21 കൊടുക്ക്. ശരി സർ, ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. സാൻവി പ്ലേറ്റുമായി ടേബിൾ നമ്പർ 21 ചെന്നു. അവൾ കാൽ സ്ലിപ്പായി താഴേക്ക് വീണു. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് താഴേക്ക് വീണു. രഘുവിന് ഇത് കണ്ട് ദേഷ്യം വന്നു. ശ്രദ്ധിച്ച് നിനക്ക് നടക്കാൻ പാടില്ലേ? നീ കാരണം ഒരു പ്ലേറ്റ് ഭക്ഷണം വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? നിനക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ അറിയില്ല. എല്ലാം നശിപ്പിച്ച് കളയാ നീ. ഇങ്ങനെ ആയാലും ഒന്നും ശരിയാവില്ല കേട്ടോ. നീ ഒരു കാര്യം ചെയ്തോടത്തോളം ജോലിയുടെ കാശ് വാങ്ങിക്കോ. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്ക്. നീ നിന്നെ ഇവിടെ ജോലിക്ക് വെക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നും പ്ലേറ്റുകൾ നശിപ്പിക്കുക നീ. വേണ്ട വേണ്ട സാർ, എന്നെ ജോലി വിട്ട് നിർത്തല്ലേ. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്. ഞാൻ അവർക്കായി ആഹാരം വാങ്ങിക്കൊണ്ടു പോകണം. ഞാൻ ഇനി ശ്രദ്ധിച്ച് ജോലി ചെയ്യാം. അതൊന്നും ശരിയാവില്ല. ഈ കാശ് വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് ഒഴിവായി പോ. നീ എന്റെ കച്ചവടം അങ്ങനെ നഷ്ടമാകുന്നത് എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. രഘു കുറച്ച് കാശ് നൽകി. എന്നിട്ട് അവളുടെ കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി. ഷാൻവി വിഷമത്തോടെ അവിടെ നിന്നും പോയി. ഇത്ര കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ജോലി കിട്ടി. ഇപ്പോൾ ആ ജോലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാണ് ഞാൻ മരുന്ന് വാങ്ങുക? പിന്നെ വീട്ടിനെ എങ്ങനെ നയിക്കും? നല്ല വെയിലുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. വഴിയിൽ അവൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അദ്ദേഹത്തിന്റെ കാലിൽ മുറിവുണ്ടായിരുന്നു. അദ്ദേഹം മുടന്തി നടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം സാൻവിയെ കണ്ട് അവളെ നിർത്തി. ഒന്ന് നിൽക്കുവോളെ. പറയൂ അപ്പൂപ്പ, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? എനിക്ക് ആദ്യം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മോളെ, എനിക്ക് മറ്റൊന്നും വേണ്ട. എന്റെ കാൽ അല്പം മുറിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റാൻ വേണ്ടി മരുന്ന് എന്റെ ഇടിച്ചിറങ്ങിയതാ. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. മോൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് എന്തെങ്കിലും തന്ന് സഹായിക്ക്. എന്റെ കയ്യിൽ വേറെ ഒന്നും തന്നെ ഇല്ല അപ്പൂപ്പ. ഈ കുറച്ചു കാശാണ് കിട്ടിയത്. ഇതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ആഹാരം വാങ്ങിക്കൊണ്ടാണ് തീരുമാനിച്ചേ. കുഴപ്പമില്ല അപ്പൂപ്പ, ഇത് നിങ്ങൾക്കാണ് ഇപ്പോൾ അത്യാവശ്യം. നോക്കൂ, മുറിവിൽ നിന്നും രക്തം വരുന്നു. ഇതാ കാശ്. ഈ കാശ് ഉപയോഗിച്ച് നിങ്ങളുടെ മുറിവിന് മരുന്ന് വാങ്ങിയിടൂ. സാൻവിക്ക് കിട്ടിയ കാശ് മൊത്തം അവൾ ആ ഭിക്ഷക്കാരന് നൽകി. അതുകൊണ്ട് അപ്പൂപ്പൻ ഒരുപാട് സന്തോഷിച്ചു. എന്നിട്ട് അവളെ സന്തോഷത്തോടെ വാഴ്ത്തി. നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ മുഴുവൻ നീ എനിക്ക് തന്നല്ലോ മോളെ. നീ നല്ല മനസ്സുള്ള കുട്ടിയാ. തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ ഭക്ഷണപാത്രം മാത്രമേ ഉള്ളൂ. അത് നിനക്ക് തരാം ഞാൻ. അപ്പൂപ്പ, ഈ ഭക്ഷണപാത്രം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഇതിൽ ആഹാരം ഒന്നും തന്നെ ഇല്ല. ഇത് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാനാ വേറെ? അത് നിനക്ക് വീട്ടിൽ ചെല്ലുമ്പോ മനസ്സിലാകും. ഇത് പ്രത്യുപകാരമായി കാണണം. ഇത് വീട്ടിൽ ചെന്ന് തുറന്നു നോക്കാവൂ നീ. സാൻവി ആ ഭിക്ഷക്കാരന്റെ കയ്യിൽ നിന്നും ആ ടിഫിൻ ബോക്സ് വാങ്ങി. എന്നിട്ട് അവൾ വീട്ടിനെ നോക്കി പോയി. വീട്ടിൽ ചെന്നതും അവൾ ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കി. ആ ബോക്സിൽ ഒരു വടാപാവ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തോ കഴിക്കാൻ കിട്ടിയല്ലോ. അല്ല, ഇത് വളരെ നല്ല വിഷയമാണല്ലോ. ഈ ടിഫിൻ ബോക്സിൽ ഒരു വടപാവുണ്ട്. ഇന്നത്തെ ഭക്ഷണ പ്രശ്നം തീർന്നു. ഒരു വടപാവേ ഉള്ളൂ. ശരി, ഇതിൽ പാതി ഞാൻ എന്റെ അമ്മയ്ക്ക് നൽകാം. പിന്നെ ബാക്കി ഞാൻ കഴിക്കാം. സാൻവി ആ ടിഫിൻ ബോക്സ് വീണ്ടും ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ അതിൽ വീണ്ടും ഒരു വടപാവ് ഉണ്ടായിരുന്നു. അല്ല, എന്താ ഇത്? ഇതിൽ നിന്ന് ഇപ്പോഴാണല്ലോ ഞാൻ വടപാവ് എടുത്തത്. വീണ്ടും ഇതിനകത്ത് എങ്ങനെയാണ് ഇത് വന്നത്? ഒരു പക്ഷേ ടിഫിൻ ബോക്സിൽ 2 വടപാവ് ഉണ്ടായിരിക്കും. ഞാൻ അത് ശ്രദ്ധിച്ചു കാണില്ല. സാൻവി വീണ്ടും കുറച്ചു സമയത്തിന് ശേഷം ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കി. ആ ടിഫിൻ ബോക്സിനകത്ത് വീണ്ടും ഒരു വടപാവ് ഉണ്ടായിരുന്നു. സാൻവി ഈ വടപാവ് കണ്ടപ്പോൾ ഒരുപാട് അതിശയിച്ചു പോയി. എന്നിട്ട് അവൾ നടന്നതൊക്കെ അമ്മയോട് പറഞ്ഞു. അമ്മേ, ഇത് കണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം ഈ ടിഫിൻ ബോക്സ് തുറന്നാലും ഇതിനകത്തൊരു വടപാവ് ഉണ്ടായിരിക്കുന്നു. ഇതെങ്ങനെയമ്മേ സംഭവിക്കും? അല്ല, സത്യമാണല്ലോ. സാൻവി, ഇതെന്തോ മാന്ത്രികമാണെന്ന് തോന്നുന്നു. നീ എത്രത്തോളം ഇതിൽ ചിലവാക്കുന്നോ അത്രത്തോളം ഇത് വളരുന്നു. സാൻവിക്കും രേഖയ്ക്കും ഒരുപാട് സന്തോഷമായി. എന്നിട്ട് വയറ് നിറയെ വടപാവ് കഴിച്ചു. സാൻവി, യഥാർത്ഥത്തിൽ നമുക്കൊരു നല്ല സാധനം കിട്ടിയിരിക്കുകയാണ്. ഈ വടപാവ് ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്തുകൊണ്ട് ഈ വടപാവ് വ്യാപാരം ചെയ്തുകൂടാ? അത് ഉപയോഗിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. അതെ അമ്മേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത്രയും വടപാവ് വെച്ച് നമ്മൾ എന്തു ചെയ്യാനാണ്? നമ്മൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും നൽകാൻ പാടില്ല? ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ വടപാവ് എല്ലാവർക്കും നൽകാൻ തുടങ്ങി. അതിനുശേഷം അവർ ഒരു വടപാവ് കടയും തുടങ്ങി.
അതുകൊണ്ട് കിട്ടുന്ന കാശുകൊണ്ട് അവർ അവരുടെ കുടുംബവും നോക്കി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു. കണ്ടോ സാൻവി, നമ്മുടെ ദിവസങ്ങൾ എങ്ങനെ മാറിയെന്ന്. ഈ വടാപ്പാവ് കാരണം നമ്മളൊരു നല്ല നിലയിലെത്തി. ഇന്ന് നമ്മുടെ കയ്യിൽ വലിയ വീടുണ്ട്, വണ്ടിയുണ്ട്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി മുതൽ നമുക്ക് യാതൊരു കഷ്ടവുമില്ല. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വേഗത്തിൽ ഓടി വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് സാൻവി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്ര വേഗതയോടെ ഓടി വരുന്നേ? എന്തു പറ്റി? അതോ, ഈ ഗ്രാമത്തിൽ ഒരു ചിറയുണ്ടായിരുന്നില്ലേ, അത് പൊട്ടിപ്പോകാറായി. ഗ്രാമത്തിലെ എല്ലാവരോടും അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുക. ഒരു പക്ഷെ ആ ചിറ പൊട്ടിപ്പോയാൽ ഈ ഗ്രാമം മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോകും. മോളെ പൊയ്ക്കോ, വേഗം ഇവിടുന്ന് നിങ്ങളും രക്ഷപ്പെട്ടോളൂ, അല്ലെങ്കിൽ നിങ്ങളും വെള്ളത്തിലാവും. അല്ല, ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ ഗ്രാമമേ ആപത്തിലാണ്. വാ സാൻവി, നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാം. ഇല്ലമ്മേ, നിങ്ങൾ സമാധാനിക്കൂ. ഈ പ്രശ്നം ഈ വടപ്പാവ് കൊണ്ട് പരിഹരിക്കാം. എനിക്കിതിന്റെ പുറത്ത് വലിയ വിശ്വാസമാണ്. ഇത് നമ്മുടെ ദിവസങ്ങളെ എത്ര ശരിയാക്കി. അതുകൊണ്ട് ഈ കഷ്ടവും ഇത് തീർച്ചയായും പരിഹരിക്കും. സാൻവി ആ മാന്ത്രിക വടപ്പാവുമായി ആ ഡാമിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അതിനോട് പറഞ്ഞു, മാന്ത്രിക വടപ്പാവേ, നീ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രാമത്തിന് നിന്റെ സഹായം ആവശ്യമാണ്. എന്തെങ്കിലും ചെയ്ത് ഈ ഡാം ഉടയാതെ രക്ഷിക്കൂ. എന്തെങ്കിലും ചെയ്ത് ഇതിലെ വെള്ളം പുറത്തേക്ക് വരാതെ നോക്കിക്കോ. പോകൂ വടാപ്പാ. ആ വടാപ്പാവ് പറന്ന് ആ ഡാമിനെ നോക്കി ചെന്നു. തന്റെ രൂപം അത് വലുതാക്കി. അതുകൊണ്ട് ആ ഡാം ഉടയുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് വെള്ളത്തിന്റെ വേഗത ഗ്രാമത്തിനകത്ത് ചെല്ലാതെ അവിടെ തന്നെ സ്തംഭിച്ചുപോയി. ഇതെല്ലാം തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരും സാൻവിക്ക് തന്റെ നന്ദി പറഞ്ഞ് അവളെ വാഴ്ത്തി. സാൻവി, നീ യഥാർത്ഥത്തിൽ ചെയ്തത് നല്ല കാര്യമാണ്. ഈ വെള്ളത്തിൽ നിന്നും നമ്മുടെ ഗ്രാമത്തിനെ നീ രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ എല്ലാരും നിന്നെ കുറിച്ച് ഓർത്ത് ബഹുമാനിക്കുന്നു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ സാൻവിയെ പുകഴ്ത്തി. ഇപ്പോൾ സാൻവിയും രേഖയും ആ മാന്ത്രിക വടപ്പാവിന്റെ ഉപയോഗം കൊണ്ട് എല്ലാരെയും സഹായിച്ച് അവരുടെ ജീവിതം നല്ല രീതിയിൽ നടത്തി. രേഖ തന്റെ മകൾ സാൻവിയോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു. അവളുടെ ഭർത്താവിന് കുറച്ചു ദിവസത്തിനു മുൻപാണ് ആക്സിഡന്റ് ആയത്. അതിൽ അദ്ദേഹം മരിച്ചുപോയി. ലേഖ തനിച്ച് സാൻവിയെയും വെച്ചുകൊണ്ട് ജീവിതം പോറ്റുന്നത് വളരെ കഷ്ടമായിരുന്നു. ഒരു ദിവസം രേഖയ്ക്ക് സുഖമില്ലാതായി. അതുകൊണ്ട് അവളുടെ മകൾ പുറത്തു ചെന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ അമ്മയ്ക്ക് സുഖമില്ല, വീട്ടിൽ കഴിക്കാനും ഒന്നും തന്നെ ഇല്ല. ഞാൻ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. സാൻവി ജോലി ചോദിച്ച് ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്നു. ആ റെസ്റ്റോറന്റിൽ സെർവർ ജോലി അവൾക്ക് കിട്ടി. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ, ഈ ഭക്ഷണം കൊണ്ടുപോയി ടേബിൾ നമ്പർ 21 കൊടുക്ക്. ശരി സർ, ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. സാൻവി പ്ലേറ്റുമായി ടേബിൾ നമ്പർ 21 ചെന്നു. അവൾ കാൽ സ്ലിപ്പായി താഴേക്ക് വീണു. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് താഴേക്ക് വീണു. രഘുവിന് ഇത് കണ്ട് ദേഷ്യം വന്നു. ശ്രദ്ധിച്ച് നിനക്ക് നടക്കാൻ പാടില്ലേ? നീ കാരണം ഒരു പ്ലേറ്റ് ഭക്ഷണം വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? നിനക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ അറിയില്ല. എല്ലാം നശിപ്പിച്ച് കളയാ നീ. ഇങ്ങനെ ആയാലും ഒന്നും ശരിയാവില്ല കേട്ടോ. നീ ഒരു കാര്യം ചെയ്തോടത്തോളം ജോലിയുടെ കാശ് വാങ്ങിക്കോ. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്ക്. നീ നിന്നെ ഇവിടെ ജോലിക്ക് വെക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നും പ്ലേറ്റുകൾ നശിപ്പിക്കുക നീ. വേണ്ട വേണ്ട സാർ, എന്നെ ജോലിയെ വിട്ട് നിർത്തല്ലേ. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്. ഞാൻ അവർക്കായി ആഹാരം വാങ്ങിക്കൊണ്ടു പോകണം. ഞാൻ ഇനി ശ്രദ്ധിച്ച് ജോലി ചെയ്യാം. അതൊന്നും ശരിയാവില്ല. ഈ കാശ് വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് ഒഴിവായി പോ നീ. എന്റെ കച്ചവടം അങ്ങനെ നഷ്ടമാകുന്നത് എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. രഘു കുറച്ച് കാശ് നൽകി. എന്നിട്ട് അവളുടെ കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി. ഷാൻവി വിഷമത്തോടെ അവിടെ നിന്നും പോയി. ഇത്ര കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ജോലി കിട്ടി. ഇപ്പോൾ ആ ജോലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാണ് ഞാൻ മരുന്ന് വാങ്ങുക? പിന്നെ വീട്ടിനെ എങ്ങനെ നയിക്കും? നല്ല വെയിലുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. വഴിയിൽ അവൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അദ്ദേഹത്തിന്റെ കാലിൽ മുറിവുണ്ടായിരുന്നു. അദ്ദേഹം മുടന്തി നടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം സാൻവിയെ കണ്ട് അവളെ നിർത്തി. ഒന്ന് നിൽക്കുമോളെ. പറയൂ അപ്പൂപ്പ, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? എനിക്ക് ആദ്യം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മോളെ, എനിക്ക് മറ്റൊന്നും വേണ്ട. എന്റെ കാൽ അല്പം മുറിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റാൻ വേണ്ടി മരുന്ന് എന്റെ ഇടിച്ചിറങ്ങിയതാ. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. മോൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് എന്തെങ്കിലും തന്ന് സഹായിക്ക്. എന്റെ കയ്യിൽ വേറെ ഒന്നും തന്നെ ഇല്ല അപ്പൂപ്പ. ഈ കുറച്ചു കാശാണ് കിട്ടിയത്. ഇതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ആഹാരം വാങ്ങിക്കൊണ്ടാണ് തീരുമാനിച്ചേ. കുഴപ്പമില്ല അപ്പൂപ്പ, ഇത് നിങ്ങൾക്കാണ് ഇപ്പോൾ അത്യാവശ്യം. നോക്കൂ, മുറിവിൽ നിന്നും രക്തം വരുന്നു. ഇതാ കാശ്. ഈ കാശ് ഉപയോഗിച്ച് നിങ്ങളുടെ മുറിവിന് മരുന്ന് വാങ്ങിയിടൂ. സാൻവിക്ക് കിട്ടിയ കാശ് മൊത്തം അവൾ ആ ഭിക്ഷക്കാരന് നൽകി. അതുകൊണ്ട് അപ്പൂപ്പൻ ഒരുപാട് സന്തോഷിച്ചു. എന്നിട്ട് അവളെ സന്തോഷത്തോടെ വാഴ്ത്തി. നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ മുഴുവൻ നീ എനിക്ക് തന്നല്ലോ മോളെ.
നീ നല്ല മനസ്സുള്ള കുട്ടിയാ. തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ ഭക്ഷണപാത്രം മാത്രമേ ഉള്ളൂ. അത് നിനക്ക് തരാം ഞാൻ. അപ്പുപ്പാ, ഈ ഭക്ഷണപാത്രം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഇതിൽ ആഹാരം ഒന്നും തന്നെ ഇല്ല. ഇത് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാനാ വേറെ? അത് നിനക്ക് വീട്ടിൽ ചെല്ലുമ്പോ മനസ്സിലാകും. ഇത് പ്രത്യുപകാരമായി കാണണം. ഇത് വീട്ടിൽ ചെന്ന് തുറന്നു നോക്കാവൂ നീ. സാൻവി ആ ഭിക്ഷക്കാരന്റെ കയ്യിൽ നിന്നും ആ ടിഫിൻ ബോക്സ് വാങ്ങി. എന്നിട്ട് അവൾ വീട്ടിനെ നോക്കി പോയി. വീട്ടിൽ ചെന്നതും അവൾ ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കി. ആ ബോക്സിൽ ഒരു വടാപാവ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തോ കഴിക്കാൻ കിട്ടിയല്ലോ. അല്ല, ഇത് വളരെ നല്ല വിഷയമാണല്ലോ. ഈ ടിഫിൻ ബോക്സിൽ ഒരു വടപാവുണ്ട്. ഇന്നത്തെ ഭക്ഷണ പ്രശ്നം തീർന്നു. ഒരു വടപാവേ ഉള്ളൂ. ശരി, ഇതിൽ പാതി ഞാൻ എന്റെ അമ്മയ്ക്ക് നൽകാം. പിന്നെ ബാക്കി ഞാൻ കഴിക്കാം. സാൻവി ആ ടിഫിൻ ബോക്സ് വീണ്ടും ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ അതിൽ വീണ്ടും ഒരു വടപാവ് ഉണ്ടായിരുന്നു. അല്ല, എന്താ ഇത്? ഇതിൽ നിന്ന് ഇപ്പോഴാണല്ലോ ഞാൻ വടപാവ് എടുത്തത്. വീണ്ടും ഇതിനകത്ത് എങ്ങനെയാണ് ഇത് വന്നത്? ഒരു പക്ഷേ ടിഫിൻ ബോക്സിൽ 2 വടപാവ് ഉണ്ടായിരിക്കും. ഞാൻ അത് ശ്രദ്ധിച്ചു കാണില്ല. സാൻവി വീണ്ടും കുറച്ചു സമയത്തിന് ശേഷം ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കി. ആ ടിഫിൻ ബോക്സിനകത്ത് വീണ്ടും ഒരു വടപാവ് ഉണ്ടായിരുന്നു. സാൻവി ഈ വടപാവ് കണ്ടപ്പോൾ ഒരുപാട് അതിശയിച്ചു പോയി. എന്നിട്ട് അവൾ നടന്നതൊക്കെ അമ്മയോട് പറഞ്ഞു. അമ്മേ, ഇത് കണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം ഈ ടിഫിൻ ബോക്സ് തുറന്നാലും ഇതിനകത്തൊരു വടപാവ് ഉണ്ടായിരിക്കുന്നു. ഇതെങ്ങനെയമ്മേ സംഭവിക്കും? അല്ല, സത്യമാണല്ലോ. സാൻവി, ഇതെന്തോ മാന്ത്രികമാണെന്ന് തോന്നുന്നു. നീ എത്രത്തോളം ഇതിൽ ചിലവാക്കുന്നോ അത്രത്തോളം ഇത് വളരുന്നു. സാൻവിക്കും രേഖയ്ക്കും ഒരുപാട് സന്തോഷമായി. എന്നിട്ട് വയറ് നിറയെ വടപാവ് കഴിച്ചു. സാൻവി, യഥാർത്ഥത്തിൽ നമുക്കൊരു നല്ല സാധനം കിട്ടിയിരിക്കുകയാണ്. ഈ വടപാവ് ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്തുകൊണ്ട് ഈ വടപാവ് വ്യാപാരം ചെയ്തുകൂടാ? അത് ഉപയോഗിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. അതെ അമ്മേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത്രയും വടപാവ് വെച്ച് നമ്മൾ എന്തു ചെയ്യാനാണ്? നമ്മൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും നൽകാൻ പാടില്ല? ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ വടപാവ് എല്ലാവർക്കും നൽകാൻ തുടങ്ങി. അതിനുശേഷം അവർ ഒരു വടപാവ് കടയും തുടങ്ങി. അതുകൊണ്ട് കിട്ടുന്ന കാശുകൊണ്ട് അവർ അവരുടെ കുടുംബവും നോക്കി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു. കണ്ടോ സാൻവി, നമ്മുടെ ദിവസങ്ങൾ എങ്ങനെ മാറിയെന്ന്? ഈ വടാപാവ് കാരണം നമ്മളൊരു നല്ല നിലയിലെത്തി. ഇന്ന് നമ്മുടെ കയ്യിൽ വലിയ വീടുണ്ട്, വണ്ടിയുണ്ട്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി മുതൽ നമുക്ക് യാതൊരു കഷ്ടവുമില്ല. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വേഗത്തിൽ ഓടി വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് സാൻവി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്ര വേഗതയോടെ ഓടി വരുന്നേ? എന്തു പറ്റി? അതോ, ഈ ഗ്രാമത്തിൽ ഒരു ചിറയുണ്ടായിരുന്നില്ലേ, അത് പൊട്ടിപ്പോകാറായി. ഗ്രാമത്തിലെ എല്ലാവരോടും അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുക. ഒരു പക്ഷെ ആ ചിറ പൊട്ടിപ്പോയാൽ ഈ ഗ്രാമം മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോകും. മോളെ, പൊയ്ക്കോ, വേഗം ഇവിടുന്ന് നിങ്ങളും രക്ഷപ്പെട്ടോളൂ, അല്ലെങ്കിൽ നിങ്ങളും വെള്ളത്തിലാവും. അല്ല, ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ ഗ്രാമമേ ആപത്തിലാണ്. വാ സാൻവി, നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാം. ഇല്ലമ്മേ, നിങ്ങൾ സമാധാനിക്കൂ. ഈ പ്രശ്നം ഈ വടപാവ് കൊണ്ട് പരിഹരിക്കാം. എനിക്കിതിന്റെ പുറത്ത് വലിയ വിശ്വാസമാണ്. ഇത് നമ്മുടെ ദിവസങ്ങളെ എത്ര ശരിയാക്കി. അതുകൊണ്ട് ഈ കഷ്ടവും ഇത് തീർച്ചയായും പരിഹരിക്കും. സാൻവി ആ മാന്ത്രിക വടപ്പാവുമായി ആ ഡാമിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അതിനോട് പറഞ്ഞു, മാന്ത്രിക വടപ്പാവേ, നീ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രാമത്തിന് നിന്റെ സഹായം ആവശ്യമാണ്. എന്തെങ്കിലും ചെയ്ത് ഈ ഡാം ഉടയാതെ രക്ഷിക്കൂ. എന്തെങ്കിലും ചെയ്ത് ഇതിലെ വെള്ളം പുറത്തേക്ക് വരാതെ നോക്കിക്കോ. പോകൂ വടാപ്പാ. ആ വടാപ്പാവ് പറന്ന് ആ ഡാമിനെ നോക്കി ചെന്നു. തന്റെ രൂപം അത് വലുതാക്കി. അതുകൊണ്ട് ആ ഡാം ഉടയുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് വെള്ളത്തിന്റെ വേഗത ഗ്രാമത്തിനകത്ത് ചെല്ലാതെ അവിടെ തന്നെ സ്തംഭിച്ചുപോയി. ഇതെല്ലാം തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരും സാൻവിക്ക് തന്റെ നന്ദി പറഞ്ഞ് അവളെ വാഴ്ത്തി. സാൻവി, നീ യഥാർത്ഥത്തിൽ ചെയ്തത് നല്ല കാര്യമാണ്. ഈ വെള്ളത്തിൽ നിന്നും നമ്മുടെ ഗ്രാമത്തിനെ നീ രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ എല്ലാരും നിന്നെക്കുറിച്ച് ഓർത്ത് ബഹുമാനിക്കുന്നു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ സാൻവിയെ പുകഴ്ത്തി. ഇപ്പോൾ സാൻവിയും രേഖയും ആ മാന്ത്രിക വടപാവിന്റെ ഉപയോഗം കൊണ്ട് എല്ലാരെയും സഹായിച്ച് അവരുടെ ജീവിതം നല്ല രീതിയിൽ നടത്തി. കമലാപുരം എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ലക്ഷ്മൺ തന്റെ മകൾ റീമയോടൊപ്പമാണ് ജീവിക്കുന്നത്. റീമയുടെ അമ്മ അവൾ ചെറുപ്പമായിരിക്കുമ്പോഴേ മരിച്ചുപോയതുകൊണ്ട് ലക്ഷ്മൺ റീമയെ നന്നായി നോക്കാൻ വേണ്ടി ശില്പ എന്നൊരു പെൺകുട്ടിയെ വീണ്ടും കല്യാണം കഴിച്ചു. ശില്പ വീട്ടിലേക്ക് വന്നത് മുതൽ ലക്ഷ്മൺ വളരെ സന്തോഷത്തിലായിരുന്നു. റീമയ്ക്ക് ഒരു അമ്മയുടെ സ്നേഹം കിട്ടുമെന്നും അദ്ദേഹം കരുതി. പക്ഷെ അദ്ദേഹം ചിന്തിച്ചതിന് തല കീഴായി നടന്നു. ശില്പ റീമയെ കൊണ്ട് വീട്ടുപണികളെല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. പാത്രം കഴുകുന്നത്, തുണി അലക്കുന്നത്, പിന്നെ കയ്യും കാലം അമർത്താനും പറഞ്ഞു. റീമയെ തനിക്ക് സേവനങ്ങൾ ചെയ്യുന്ന പണിക്കാരിയായാണ് നോക്കിയത്. എല്ലാ പണികളും റീമയെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചതും. പക്ഷെ ലക്ഷ്മണന് ശില്പ ചെയ്യുന്നതൊന്നും അറിയില്ലായിരുന്നു.
ഇനി ഉറങ്ങുകയാണോടി മഹാറാണി? എത്ര പണികളുണ്ട്, എഴുന്നേക്ക്. ദിവസം മുഴുവനും ഭാരമായി വീട്ടിൽ തന്നെയുണ്ട്, പക്ഷെ കുറച്ചുപോലും പണികൾ ചെയ്യുന്നേയില്ല. രാവിലെ എഴുന്നേറ്റതും ഓരോന്ന് പറയണ്ട. ഞാൻ ദിവസം മുഴുവൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഈ വീട്ടുപണിയൊക്കെ ആരാ ചെയ്യുന്നത്? ആഹാ, നീ നന്നായി സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോടി. നിൽക്ക്, നിന്റെ അച്ഛൻ വരട്ടെ, എല്ലാ കാര്യവും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് അദ്ദേഹത്തെ ഒരു പേടിയുമില്ല. ഞാൻ എല്ലാ സത്യം തുറന്നു പറയും. ഞാൻ ആർക്കും കുറഞ്ഞവളുമല്ല. ആദ്യം അദ്ദേഹം വരട്ടെ, എന്നിട്ട് നീ കാണ്. ഞാൻ നിങ്ങളെ പറ്റി ഒരുപാട് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ ഒരു പണിയും ചെയ്യാതെ ജോളിയായി മൊബൈലാ നോക്കുന്നു എന്ന് പറയും. എല്ലാവരുടെ ക്ഷമയ്ക്കും ഒരതിരുണ്ട്. നിങ്ങൾ ദിവസം മുഴുവൻ വിശ്രമിച്ചു കൊണ്ടേയിരിക്കും. എന്റെ അച്ഛൻ വരട്ടെ. വൈകുന്നേരം ലക്ഷ്മൺ ഒരുപാട് സങ്കടപ്പെട്ട് വീട്ടിലേക്ക് വന്നിരുന്നു. ലക്ഷ്മന്റെ സങ്കടമുള്ള മുഖം കണ്ട് ശില്പ ഇങ്ങനെ പറഞ്ഞു. എന്തു പറ്റിയേട്ടാ? എന്താ എത്ര വിഷമിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? റീമ, എന്തെങ്കിലും കഴിക്കാനും കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവാ. അയ്യോ, ഞാൻ എന്തു പറയാനാ? ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഓണർ വന്ന് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങളുടെ കമ്പനിയും അടച്ചുപൂട്ടാൻ പോകുക. എല്ലാ കമ്പനിയും ലോസിൽ പോയിക്കൊണ്ടിരിക്കുവല്ലേ. അതുകൊണ്ട് ഓണറിന് വലിയ നഷ്ടമാണത്രേ. അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി ജോലി നോക്കുന്നില്ലേ, അവരെ ജോലിയിൽ നിന്നും പുറത്താക്കി. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ആ സ്ഥലത്ത് ഒരുപാട് വർഷമായി പണി ചെയ്യുന്നതല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കഴിക്കുക? അയ്യോ ദൈവമേ. മോളും ഇപ്പോൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അവളുടെ കല്യാണത്തിന് കുറച്ച് പണവും കൂട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിച്ച് എന്തെങ്കിലും കച്ചവടം ചെയ്യാം. അച്ഛാ, നമുക്ക് എന്തുകൊണ്ട് വടാപ്പാവ് കച്ചവടം ചെയ്തുകൂടാ? ഈ കച്ചവടം വളരെ നന്നായി നടക്കും. ഈ വടാപ്പാവ് കച്ചവടം കുറച്ച് പൈസ കൊണ്ട് ഒരുപാട് ലാഭം സമ്പാദിക്കാം അച്ഛാ. പിന്നെ ജനങ്ങൾക്ക് കുറച്ച് പൈസ കൊണ്ട് വയറും നിറയും അച്ഛാ. അതുപോലെ വടാപ്പാവിന്റെ വില കുറവായത് കൊണ്ട് ജനങ്ങളും ഒരുപാട് വാങ്ങി കഴിക്കും അച്ഛാ. ബിസിനസ്സിൽ എന്താ ഉള്ളത്? നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി അന്വേഷിക്കൂ. ഒരു കാര്യം പറഞ്ഞതാ, വടാപ്പാവ് കച്ചവടാണത്രേ. പോയി നിന്റെ പണി ചെയ്യേ. ഇല്ല, റീമ പറയുന്നത് ശരിയാണ്. വടാപാവ് കച്ചവടം വളരെ നന്നായി മുൻപോട്ട് പോകും. ഞാൻ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാം. അതെ അച്ഛാ, നിങ്ങൾക്ക് ഈ കച്ചവടത്തിൽ ആര് സഹായം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ തീർച്ചയായും ചെയ്യും. ആര് ചെയ്താലും ചെയ്തില്ലെങ്കിലെന്നോ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ എന്റെ ഭർത്താവിനെ തീർച്ചയായും സഹായിക്കും. നിങ്ങൾ എങ്ങനെ സഹായിക്കുന്നേന്ന് എനിക്ക് നന്നായി അറിയാം. എല്ലാ പണികളും എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. എനിക്ക് നന്നായി അറിയാം. റീമ പറഞ്ഞതുപോലെ ലക്ഷ്മൺ വടാപ്പാവ് കച്ചവടമാണ് തുടങ്ങിയത്. അവിടെ ശില്പ റീമയെ കൊണ്ടാണ് പണികൾ എടുപ്പിച്ചത്. കസ്റ്റമേഴ്സിന് വടാപ്പാവ് കൊടുക്കുന്നത് മുതൽ വലിയ വലിയ പാത്രങ്ങൾ കഴുകുന്നവരെ എല്ലാം റീമയാണ് ചെയ്തത്. പക്ഷേ ശില്പ മഹാറാണിയെ പോലെയാണ് അവിടെ ഇരുന്നത്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. ലക്ഷ്മൺ എങ്ങനെയെങ്കിലും റീമയെ സ്കൂളിൽ ചേർക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ശില്പ ഇങ്ങനെ പറഞ്ഞു, സ്കൂളിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോ. നമുക്ക് ഇനിയൊരു വടാപ്പാവ് തള്ളുവണ്ടി വെക്കണം. റീമയ്ക്ക് അടുത്ത വർഷവും പഠിച്ചൂടെ? പിന്നെ നിങ്ങൾ അവളോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു കുഞ്ഞ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഈ സ്നേഹമൊക്കെ കാണിക്കുമായിരുന്നോ? അയ്യോ, എനിക്കറിയാം. എല്ലാ ജോലിയും ചെയ്യുന്നത് എന്റെ പൊന്നു മോളാണെന്ന്. എല്ലാ ജോലിയും നീ അവളോട് ചെയ്യാൻ പറയുക. ഈ കടയുടെ ലക്ഷ്മി ഇവൾ തന്നെയാ, ഇവൾ മാത്രമാ. അവളെല്ലാം ചെയ്യുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തെവിടെ ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് ഭാരമാണല്ലേ? ആ കട എന്റെയാണ്. ഞാനാണ് എല്ലാം ചെയ്ത് ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ വടാപ്പാവ് കട നിങ്ങൾ എനിക്ക് തന്നേ പറ്റൂ. അത് കഴിഞ്ഞ് നിങ്ങൾ എന്റെ ഒപ്പമാണോ അതോ നിങ്ങളുടെ മകളുടെ ഒപ്പമാണോ എന്ന് തീരുമാനിക്കൂ. ശില്പയ്ക്ക് ലക്ഷ്മണനും ഇടയ്ക്ക് വലിയ ബഹളം തന്നെ നടന്നു. ലക്ഷ്മൺ തന്റെ മകൾ റീമയോടൊപ്പം തന്നെ ഇരുന്നു. മറ്റൊരു ഭാഗത്ത് ശില്പ തന്റെ വീട്ടിൽ നിന്ന് അനിയനെ വിളിച്ചുകൊണ്ട് ആ പഴയ കച്ചവടം അവൾ ഒറ്റയ്ക്ക് ചെയ്യാനായി തുടങ്ങി. പക്ഷെ ആ കട റീമ കാരണമാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ശില്പയുടെ കടയ്ക്ക് വളരെ കുറഞ്ഞ കസ്റ്റമേഴ്സേ വന്നുള്ളൂ. പക്ഷെ ലക്ഷ്മണ റീമയും ഒറ്റയ്ക്കായതുപോലെ തോന്നി. അത് മാത്രമല്ലാതെ ഇപ്പൊ ലക്ഷ്മണന് വേറെ പണിയുമില്ലായിരുന്നു. പൊന്നുമോളെ, മാസങ്ങൾക്ക് മുൻപ് ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായി. വീണ്ടും എനിക്കൊരു ജോലി അന്വേഷിച്ചേ പറ്റൂ. ശില്പ നമ്മുടെ കയ്യിൽ നിന്നും കട പിടിച്ചു വാങ്ങി. അവളുടെ അനിയനെ വിളിച്ച് അവനോടൊപ്പം കച്ചവടം ചെയ്ത് നമ്മളെ തനിച്ച് അനാഥയാക്കി മാറ്റി. നിങ്ങൾ വിഷമിക്കണ്ട അച്ഛാ. നമുക്ക് എന്തുകൊണ്ട് തലകീഴായ വടാപ്പാവ് വിറ്റൂടാ? അതും ഒരു പുതിയ കടയിൽ. ഉൾട്ടാ വടാപ്പാവോ? ഉൾട്ടാ വടാപ്പാവ് അതെങ്ങനെയാ?
ഇത് പുതിയ തരം വടാപ്പാവാണ്. ഇതിൽ പാവിനകത്ത് ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്യും അച്ഛാ. പിന്നെ ഇത് കടലമാവിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈയും ചെയ്യണം. ഇതേ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. പക്ഷെ അമ്മ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞതാ. അതുകൊണ്ട് നമ്മുടെ പുതിയ കടയിൽ ഇത് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു അച്ഛാ. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ഞാൻ തയ്യാറെടുക്കാം. നാളെ രാവിലെ അതങ്ങ് തുടങ്ങാം. അപ്പൊ ഞാനും ഈ കാര്യത്തിൽ നിങ്ങളെ ഒരുപാട് സഹായിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമായി അച്ഛാ. നമ്മുടെ ഈ കച്ചവടം വളരെ നന്നായി നടക്കുമെന്ന് തോന്നുന്നു. പിന്നെ എന്താ, ജനങ്ങൾ തലകീഴായ വടാപ്പാവിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലായിരുന്നു. റീമ എങ്ങനെ തലകീഴായ വടാപ്പാവ് കച്ചവടം തുടങ്ങിയെന്ന് അവരെല്ലാവരും അറിഞ്ഞതും ആ തലകീഴായ വടാപ്പാവ് കഴിക്കാനായി എല്ലാ കസ്റ്റമേഴ്സും റീമയുടെ കടയിലേക്കാണ് വന്നത്. അവരുടെ കച്ചവടം ആദ്യ ദിവസം മുതലേ നന്നായി നടന്നു. മറ്റൊരു ഭാഗത്ത് ശില്പിയുടെ കടയിൽ നിന്ന് ഒരാൾ പോലും വടാപ്പാവ് വാങ്ങാൻ വന്നില്ല. ആ റീമ മോളെ, ഞങ്ങൾക്കും ഒരു ഉൾട്ടാ വടാപ്പാവ് താ മോളെ. ഞങ്ങളും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ശരി, ഇതാ കൊണ്ടുവരാം. അവരുടെ കച്ചവടം നന്നായി പോകുന്നു. നമ്മുടെ കടയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാനങ്ങ് വീട്ടിലേക്ക് പോകും. ഇവിടെ ഈച്ച അടിക്കുന്നതിന് പകരം വീട്ടിൽ ചുമ്മാതെ ഇരിക്കാം. പക്ഷെ നിനക്കെന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ എങ്ങനെ തോന്നുന്നതെടാ? ഇതാണോ നീ എന്റെ അനിയതായതിന്റെ കടമ? ശില്പയുടെ കച്ചവടം ശരിക്കും നടക്കാത്തത് കൊണ്ട് സിദ്ധാർത്ഥ് തിരിച്ചവന്റെ വീട്ടിലേക്ക് പോയി. അതുകൊണ്ട് ശില്പ ഇപ്പൊ ഒറ്റയ്ക്കായി. ഇപ്പൊ അവൾക്ക് വീടുമില്ല, കച്ചവടവുമില്ല. ഇപ്പൊ അനിയനും ഒറ്റയ്ക്കാക്കിട്ട് പോയി. പക്ഷെ അപ്പുറത്തേറിയും ഒരു നല്ല സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അവളുടെ തലക്കീഴായ വടാപ്പാവ് കച്ചവടം നന്നായി നടന്നു. വളരെ ദൂരെ നിന്ന് പോലും ജനങ്ങൾ വന്ന് അവളുടെ തലകീഴായ വടാപ്പാവ് കഴിച്ചുകൊണ്ടിരുന്നു. അച്ഛാ, അമ്മ ഇപ്പൊ ഒറ്റയ്ക്കായി പോയില്ലേ? അവർ തീർച്ചയായും അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. നമുക്കവരെ തിരിച്ചു കൊണ്ടുവരാം അച്ഛാ. അതുകൊണ്ട് നമ്മുടെ കുടുംബം വീണ്ടും ഒന്നിക്കും. റീമ പറഞ്ഞത് കേട്ട് ലക്ഷ്മൺ ശില്പയോട് ക്ഷമിച്ചു. പിന്നെ അവളെ വീട്ടിലേക്കും കൊണ്ടുവന്നു. എന്റെ ഓമന മകളാ നീ. ഞാൻ എപ്പോഴും നിന്നെ വഴക്ക് പറയും, ഒരുപാട് പണികളും ചെയ്യിപ്പിച്ചു. പക്ഷേ നീ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നു. എനിക്കിപ്പോ ഒരുപാട് സങ്കടമാകുന്നു. നിനക്ക് പറ്റുമെങ്കിൽ എന്നോട് ക്ഷമിക്കും മോളെ. നമ്മുടെ വീടിന്റെ ശരിക്കുമുള്ള ലക്ഷ്മി ദേവി നീയാണ്. നിങ്ങൾ ഇങ്ങനെ ക്ഷമ ചോദിച്ചെന്നെ കഷ്ടപ്പെടുത്തുന്നു അമ്മേ. എന്തായാലും ഞാൻ നിങ്ങളുടെ മകളല്ലേ. ഇത് ആഘോഷിക്കാനായി നമുക്കൊരു മത്സരം നടത്താം. തലകീഴായ വടാപ്പാവ് ആരാണ് അധികം കഴിക്കുന്നതെന്ന് കാണാം. നിന്നേക്കാൾ കൂടുതൽ തലകീഴായ വടാപ്പാവ് കഴിക്കാൻ ഞാൻ എന്തായാലും ശ്രമിക്കാം. ഇനി നിങ്ങൾ നോക്കിക്കൊണ്ടേ നിൽക്കൂ. ഞങ്ങൾ അമ്മയും മകളെ 2 പേരും ചേർന്ന് ഈ നഗരത്തിലുള്ള കച്ചവടങ്ങളെക്കാൾ വളരെ നന്നായി കച്ചവടം ചെയ്യും. അതിനുവേണ്ടി ഞാനും റെഡിയാണ്. എന്റെ ഓമന, ഇനി നിനക്ക് ഞാൻ ഗിഫ്റ്റ് മാത്രമേ തരൂ. നിന്നെ കൊണ്ട് ഒരു പണിയും ഞാൻ ഇനി എടുപ്പിക്കില്ല. ലക്ഷ്മന്റെ ഈ തലകീഴായ വടാപ്പാവ് കച്ചവടം വളരെ നന്നായി നടന്നു. പിന്നെ അവരെല്ലാവരും സന്തോഷമായി ജീവിച്ചു. ഒരു അമ്പലത്തിന്റെ പുറത്തിരുന്ന് ഒരാൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നു. അവൻ ഒരുപാട് വിശപ്പിലായിരുന്നു. പിന്നെ ഒരുപാട് നേരമായി അവിടെ തന്നെ ആയിരുന്നു. പക്ഷെ അവന് ആരും ഭിക്ഷ കൊടുക്കുന്നേയില്ല. ദൈവത്തെ ഓർത്ത് ആരെങ്കിലും എന്തെങ്കിലും തരൂ. 2 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. എന്തെങ്കിലും തരൂ. അപ്പോഴാണ് അവിടേക്ക് ഒരു വലിയ കാർ വന്നത്. അതിൽ നിന്ന് 2 പേരിറങ്ങി. അവർ 2 പേരും സുഹൃത്തുക്കളാണ്. ഒരാളുടെ പേര് ആലോക്, മറ്റൊരാളുടെ പേര് അക്ഷത്. ആലോക് ഒരു വലിയ കമ്പനിയുടെ ഓണറാണ്. പിന്നെ അക്ഷത് ആലോകിന്റെ പാർട്ട്ണറായി പണി ചെയ്യുന്നു. ആലോക്, ഈ സമയം താനെന്തിനാ എന്നെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത്? കുറച്ച് സമയത്തിനകം മീറ്റിംഗ് ഉണ്ട്. ക്ഷേത്രത്തിൽ പോയിട്ട് പോകാമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. വാ, കയറിയിട്ട് പോകാം. ആലോക് പിന്നെ അക്ഷത് പടി കയറിക്കൊണ്ടിരുന്നു. അപ്പ ആ പിച്ചക്കാരൻ വന്ന് അക്ഷത്തിന്റെ കാലിൽ പിടിച്ചു. അക്ഷത് പേടിച്ചു പോയി. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആലോക് ഇതെല്ലാം നോക്കി നിന്നു. അങ്ങുന്നേ, കഴിക്കാൻ എന്തെങ്കിലും തരൂ. എന്തെങ്കിലും തന്നാൽ മതി. എനിക്ക് ഒരുപാട് വിശക്കുന്നു. 2 ദിവസമായി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട്. എന്തെങ്കിലും തരൂ. അയ്യോ, ഇയാൾ എന്താ ചെയ്യുന്നത്? എന്റെ കാലിൽ നിന്ന് വിടൂ. എന്റെ തുണിയൊക്കെ വൃത്തികേടാക്കാതെ പോയി ഇവിടെ നിന്ന്. വേറെ എവിടെങ്കിലും ഭിക്ഷ ചോദിക്ക്. നിൽക്ക് നിൽക്ക്, ഇത്രയും ചോദിക്കുന്നില്ലേ? എന്തെങ്കിലും കൊടുക്ക്. ഹേ ആലോക്, തനിക്ക് ഇവരെ കുറിച്ച് അറിയില്ലേ? ഇവരുടെ കൈക്കും കാലിനും ഒരു കുഴപ്പവും കാണില്ല. എന്നാലും ഇവരുടെ ശീലം സൗജന്യമായി കിട്ടുന്ന ഭക്ഷണം കഴിക്കലാണ്. ഇവരെല്ലാവരും ഇങ്ങനെയാണ്. നിൽക്ക്, ഞാൻ കൊടുക്കാം. ആലോക് ആ പിച്ചക്കാരനെ അവിടെ ഇരുത്തി. പിന്നെ അവന് ഭക്ഷണവും കൊടുത്തു. വളരെ വിശപ്പായതുകൊണ്ട് അവൻ ആ ഭക്ഷണം മുഴുവനും കഴിച്ചു.
പിന്നെ ആലോക് അവനോട് ഇങ്ങനെ ചോദിച്ചു. എടോ, താൻ എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവരോട് ഭിക്ഷ ചോദിക്കുന്നത്? തന്റെ കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ജോലി ചെയ്ത് സമ്പാദിച്ചുകൂടെ? അങ്ങുന്നേ, എനിക്ക് ആദ്യം സമൂസ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. എന്റെ കച്ചവടവും നന്നായി പോയിരുന്നു. എന്റെ ഭാര്യയും എന്റെ ഒപ്പമായിരുന്നു. എന്നാൽ കാലക്രമേണ എന്ത് സംഭവിച്ചെന്നാൽ അവൾക്ക് ഒരു മാറാ രോഗം വന്നു. അവളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ എന്റെ കടയെല്ലാം വിറ്റു. എന്നിട്ടും അവളെ രക്ഷിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അവളുടെ ഓർമ്മയിലാണ് ഞാൻ ജീവിക്കുന്നത്. വേറെ കച്ചവടം തുടങ്ങാനും എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു പണവുമില്ല. ആ പിച്ചക്കാരന്റെ കഥ കേട്ട് ആലോകിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. അദ്ദേഹം ആ പിച്ചക്കാരനെ സഹായിക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് പറഞ്ഞു, തന്നെ കാണുമ്പോൾ കഷ്ടം തോന്നുന്നു. താൻ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? അതിന് എത്രത്തോളം പണമാകും? അത് താൻ പറയൂ. താങ്കൾ വളരെ നല്ലവനാണ്. താങ്കളെ പോലെയുള്ള നല്ല ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഞാനൊരു ഭക്ഷണം വിൽക്കുന്ന കട തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ശരി, എന്നാൽ താൻ എന്തുണ്ടാക്കും? ഇവിടെ സമൂസ കടകൾ ഒരുപാടുണ്ട്. താൻ സ്പെഷ്യലായി എന്തെങ്കിലും ചിന്തിക്കൂ. ഞാൻ തനിക്ക് പണം തരാം. തന്റെ കട നന്നായി നടക്കുമ്പോൾ ആ പണം തിരികെ തന്നാൽ മതി. എന്നാൽ ഞാൻ മിഷൽ പാവ് കട തുടങ്ങാമെന്ന് കരുതുന്നു. കാരണം എന്റെ ഭാര്യയ്ക്ക് മിഷൽ പാവ് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാനും മിഷൽ പാവ് ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു. ശരി, എന്നാൽ എന്റെ കൂടെ വാ. ആലോക് പിന്നെ അക്ഷത് ആ പിച്ചക്കാരനെ അവരോടൊപ്പം കൂട്ടിക്കൊണ്ടുവന്നു. അവനൊരു തള്ളുവണ്ടിയും പിന്നെ ആവശ്യമായ സാധനങ്ങളും വാങ്ങിക്കൊടുത്തു. അവൻ ആ തള്ളുവണ്ടിക്ക് ദംദാർ കല മിസൽ പാവ് എന്ന് പേരിട്ട് മിസൽ പാവുകൾ വിൽക്കാനായി തുടങ്ങി. അവൻ അവന്റെ തള്ളുവണ്ടി ആലോക് അക്ഷത്തിന്റെ ഓഫീസിന്റെ പുറത്താണ് വെച്ചത്. വരൂ വരൂ വരൂ, വന്ന് കഴിക്കൂ. മഹാരാഷ്ട്രയിലെ സ്പെഷ്യൽ മട്ക മിഷൽ പാവ്. ഒരിക്കൽ കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വരും. വരൂ വരൂ. കലത്തിൽ മിസൽ പാവ് അതവിടെയുള്ളവർക്ക് അറിയാത്ത ഒരുതരം പുതിയ ഡിഷായിരുന്നു. അതുകൊണ്ട് അവന്റെ തള്ളുവണ്ടിക്കടുത്ത് ഒരു വലിയ കൂട്ടം തന്നെ വന്നു. ഒരുപാട് പേർ അവന്റെ വണ്ടിക്കടുത്ത് വന്ന് ആ മിസൽ പാവ് വളരെ ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരുന്നു. ആലോക് പിന്നെ അക്ഷത്തിന്റെ ഓഫീസിലുള്ള എല്ലാവർക്കും അതൊരു ദിവസശീലമായി മാറി. എല്ലാവരും ദംദാർ കല മിസൽ പാവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. അവിടെ നോക്ക്, താഴെ ഒരു വണ്ടിയുണ്ട്. അതിലുള്ളത് കഴിച്ചു നോക്കിയോ? ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും കഴിച്ചിട്ടേയില്ല. ആ അതെ, അത് മഹാരാഷ്ട്രയുടെ ഫേമസ് ഡിഷാ. ഞാൻ ഇവിടെയാ അത് കാണുന്നത്. ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്കും പാക്ക് ചെയ്ത് കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ ആദ്യം മഹാരാഷ്ട്രയിലായിരുന്നു. അത് കഴിച്ചപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു. ഒരു ദിവസം വിദേശത്ത് നിന്ന് ഒരു വലിയ ക്ലയന്റ് ആലോകിന്റെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥാണ്. പിന്നെ അദ്ദേഹവും ആലോകിന്റെ നല്ല സുഹൃത്താണ്. സിദ്ധാർത്ഥ് കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആ പിച്ചക്കാരന്റെ തള്ളുവണ്ടി കണ്ടു. അദ്ദേഹം ആ ചെറിയ തള്ളുവണ്ടി കണ്ട് ഷോക്കായി. ഇത്രയും വലിയ ഓഫീസിന് മുന്നിൽ ഇത്ര ചെറിയ തള്ളുവണ്ടി കണ്ട് അദ്ദേഹം ഷോക്കായി. അതുമല്ലാതെ ഇത്ര വലിയ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും അവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അദ്ദേഹം ഉടനെ ആലോകിനോട് ഇങ്ങനെ പറഞ്ഞു, ആലോക്, തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും ആ ചെറിയ വണ്ടിക്കാരന്റെ കയ്യിൽ നിന്ന് എന്താ കഴിക്കുന്നത്? അതുമല്ലാതെ ഓഫീസ് വാലിയിൽ നിർത്താൻ എന്തിനാ സ്ഥലം കൊടുത്തത്? ഞാനായിരുന്നെങ്കിൽ ആദ്യം ആ വണ്ടിക്കാരനെ അടിച്ചോടിച്ചേനെ. ഈ ഓഫീസിന്റെ ലുക്ക് തന്നെ കളഞ്ഞു. ആ പേര് കണ്ടോ, മട്ക മിഷൽ പാവ്. ഈ മനുഷ്യരൊക്കെ എങ്ങനെയാ ഈ മിഷൽ പാവ് കഴിക്കുന്നത്? സിദ്ധാർത്ഥ്, അയാൾ ആ കടയിടാൻ കാരണക്കാരൻ തന്നെ ഞാനാണ്. ഞാനാ പെർമിഷൻ കൊടുത്തത്. അവൻ ഉണ്ടാക്കുന്ന ആ മിഷൽ പാവ് സത്യത്തിൽ നല്ല രുചിയാണ്. ആ വണ്ടി അവിടെ ഉള്ളതിന് നിനക്കെന്താ കുഴപ്പം? ആലോക്, ചിന്തിച്ചു നോക്ക്. നിന്റെ ഓഫീസിന്റെ റെപ്യൂട്ടേഷൻ പോകും. ആരെങ്കിലും വന്ന് ആ കട കണ്ടു കഴിഞ്ഞാൽ എന്ത് കരുതും? ഒരു തവണ അവൻ വിൽക്കുന്ന മിഷൽ പാവ് നീ ഒന്ന് കഴിച്ചു നോക്ക്. അപ്പോൾ നീ ഇതെല്ലാം മാറ്റി പറയും. ഇല്ല ഇല്ല, ഞാൻ ഇതുപോലെയുള്ള അൺഹൈജീനിക് ഫുഡൊന്നും കഴിക്കില്ല. അയാൾ എന്തുപയോഗിച്ചായിരിക്കും ഉണ്ടാക്കുന്നത്? എടോ, തന്റെ ചിന്തയെല്ലാം തെറ്റാ. അവൻ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതുമല്ലാതെ നല്ല ഹൈജീനിക് ആയിട്ടാണ് റെഡിയാക്കുന്നതും. ആലോക് അദ്ദേഹത്തിന്റെ ഓഫീസ് ബോയെ വിളിച്ച് ഒരു കലമിസൽ പാവ് വാങ്ങാൻ പറഞ്ഞു. പിന്നെ അത് സിദ്ധാർത്ഥനോട് കഴിക്കാൻ പറഞ്ഞു. സിദ്ധാർത്ഥ് ആദ്യം കഴിക്കില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ മിസൽ പാവിൽ നിന്ന് വരുന്ന മണം അദ്ദേഹത്തെ ആകർഷിച്ചു. എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ്? ഇത് മഹാരാഷ്ട്രയിലെ സ്പെഷ്യൽ ഡിഷാ. ഞാൻ ഇത് ആദ്യമായി കഴിക്കുമ്പോൾ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ടേ ഇല്ലെന്നാണ് തോന്നിയത്. താൻ പറയുന്നതും ശരിയാ. ഈ മട്ക മിഷൽ പാവ് നല്ല ഡിഫറന്റ് ആണ്. ഞാൻ ഇതുപോലെയൊരു ഡിഷ് ആദ്യമായിട്ടാ കാണുന്നത്. എന്നാൽ ഈ കട എന്തിനാ തന്റെ ഓഫീസിന്റെ താഴെ വെച്ചിരിക്കുന്നത്? ആലോക് സിദ്ധാർത്ഥനോട് ആ മിസൽ പാവുകാരന്റെ കഥ പറഞ്ഞു. സിദ്ധാർത്ഥന് ആലോക് പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. ആലോക്, നീ വലിയ തെറ്റാ ചെയ്തത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ആ,
എന്തിനാ ഈ മിഷൽ പാവ് വണ്ടിയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്? ഇത് ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ? ഈ ഫുഡിന് സത്യത്തിൽ നല്ല രുചിയില്ലേ? അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ ഫുഡ് നാട് ഫുള്ളും ഫേമസ് ആക്കിക്കൂടെ? ആദ്യം ആ കടക്കാരനോട് പോയി സംസാരിക്കാം, വാ. അയാളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. സിദ്ധാർത്ഥും ആലോക്കും അദ്ദേഹത്തിനോട് എല്ലാ കാര്യവും പറഞ്ഞു. പിന്നെ അവനോട് അവന്റെ കലമിസൽ പാവിന്റെ റെസിപ്പിയും ചോദിച്ചു. അത് കേട്ട് അവൻ വളരെയധികം സന്തോഷിച്ചു. എന്തെന്നാൽ ആ നാട്ടുകാരെല്ലാവരും അവന്റെ രീതിയിലുള്ള മിസൽ പാവ് കഴിക്കാൻ പോകുന്നു. പിന്നെ സിറ്റി മുഴുവനും ആലോക് ഇതിന്റെ ഫ്രാഞ്ചൈസികൾ തുറന്നുകൊണ്ടേ വന്നു. പിന്നെ അതിന് അയാളെ തന്നെ ഓണറാക്കി. ആ ഫ്രാഞ്ചൈസികളെല്ലാം വളരെ സക്സസ്ഫുൾ ആയി. പിന്നെ ആ നാട്ടിലെങ്ങും ദംദാർ കലമിസൽ പാവ് എന്ന പേരിൽ ഒരുപാട് കടകൾ ഓപ്പണായി. പിന്നെ സിറ്റി മുഴുവനും കലമിസൽ പാവ് വളരെയധികം ഫേമസ് ആയി.